ഇവിടെ നല്ല കാറ്റും മഴയും ഒക്കെയാണ്. കാറ്റ് നന്നായിട്ട് വരുന്നുണ്ട്, നല്ല മഴയും വരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചാറിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് മുല്ലപ്പൂവിൻ്റെ ഒരു പ്രൂണിങ്ങാണ്. ആർക്കും മുല്ലപ്പൂ ഇഷ്ടമില്ലാത്തല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെറുതിൽ ഒരുപാട് മുല്ലപ്പൂ കോർത്ത് തലയിലിട്ട്, അത് തലയിൽ ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരുപാട് ഫ്രിഡ്ജിലും വെച്ച് അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള മുട്ടകളാണ്. ഒരുപാട് പൂവുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു, അത് കാണാനില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് നല്ല പൂവുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്താണിത്. അതിന് ശേഷം നന്നായിട്ട് മുട്ട ഇടുന്നുണ്ട്. ഇനി ഇവിടെ ഉള്ള, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പ്രൂൺ ചെയ്ത് കാണിക്കാൻ പോണത് ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഈ സൈഡിലുള്ള ഇത് വള്ളിയായിട്ടുള്ള മുല്ലയാണ്, നമ്മളെ നാടൻ മുല്ലയില്ലേ. മറ്റേതൊരു 16 അട്ടിയൊക്കെ ഉള്ളിട്ടുള്ള ഇതിലുള്ള മുല്ലയാണ് കേട്ടോ, കുറ്റിമുല്ല. ഇതും നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ കയറ്റി വെച്ചതാണ്. അത് ഈ തെച്ചിപ്പൂമ്മ കൂടെ വന്നിട്ടുള്ളത്. കയറ്റി വെച്ച മോനത് പറിച്ചിട്ട് ഞാനതിങ്ങനെ കിട്ടാത്ത പോലെ കയറ്റി വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കുറ്റിമുല്ലയുള്ളത്. ഇതാണ് ഞാൻ കട്ട് ചെയ്യുമ്പോൾ. ഇതുമേ ഒരുപാട് പൂവുണ്ടായിരുന്നു. 1-2 പ്ലേറ്റ് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു പൂ കേട്ടോ. ഇത് ഞാൻ പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല കുറ്റിയാക്കി നിർത്താനാണ്. ഇപ്പം മഴയൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ നന്നായിട്ട് പൂവ് കിട്ടും. അങ്ങനെ കുറ്റിയാക്കി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതാ ഇങ്ങനെ കുത്തി വെക്കാറാണ്. ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ ഇടയിൽ തന്നെ കുത്തി വെച്ചിട്ടാണ്. മാക്സിമം എത്ര ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ, കാരണം ഇതിലും ഇനിയും മുട്ടകളൊക്കെ ഉണ്ട്. ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് കണ്ടത്. കട്ട് ചെയ്തതിൽ 1-2 മുട്ടൊക്കെ പെട്ടു. അപ്പോൾ ഇനിയും ചെറുതാക്കി കട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിട്ടോ, നന്നായിട്ട് പൂവുണ്ടാവും. താങ്ക് യു.